Hi, so this is Super 30. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ ഒരു കിടുക്കാച്ചി ക്വസ്റ്റൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. എ കപ്പാസിറ്റർ ഈസ് മെയ്ഡ് ഓഫ് 2 square plates, each of side A making a very small angle alpha between them as shown in figure. ഇവിടെ നമുക്ക് രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകളുണ്ട്, കണ്ടോ? സ്ക്വയർ പ്ലേറ്റുകളാണ്. ഇതിൻ്റെ സൈഡ് എ ആണ്. ഇനി ഇവർക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ട്, ആൽഫ എന്നാണ് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പാരലൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകളെ കുറിച്ചാണ് പഠിക്കുക. ഇവിടെ ഈ പ്ലേറ്റുകൾ കണ്ടോ, ചെറിയൊരു ആംഗിളിലാണ് രണ്ടാമത്തെ പ്ലേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ രീതിയിൽ ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് പ്ലേറ്റുകളെ വച്ചിരിക്കുന്നത്. ക്ലിയർ? ഒരു ആൽഫ ആംഗിളിൽ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴുള്ള കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല ചോദിച്ചാൽ നിങ്ങൾ പറയും സാർ ε0 A/d. ഇനി ഇത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഉപയോഗിക്കണമെങ്കിൽ കപ്പാസിറ്റർ പ്ലേറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ ഡിസ്റ്റൻസ് ഇവിടെ d ആണ്. ഇങ്ങോട്ടേക്ക് വരുന്തോറും ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റൻസ് വാരിയിങ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും സാർ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയെങ്കിലും കാര്യങ്ങൾ വാരിയിങ് ആണെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ഇൻ്റഗ്രേഷൻ വഴി, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സാർ? നമ്മൾ ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ എന്ത് ചെയ്യും? ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് അകലെ സ്ട്രിപ്പ് കട്ട് ചെയ്തു. എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ആ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് dx ആണ്. കണ്ടോ, ഇവിടെ dx വിഡ്ത്തിൽ രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ കട്ട് ചെയ്തു. കണ്ടോ, dx വിഡ്ത്തുള്ള പ്ലേറ്റ്. ഇനി ഈ dx വിഡ്ത്തുള്ള പ്ലേറ്റ് മൂലമുള്ള കപ്പാസിറ്റൻസ് അത് ചെറിയ കപ്പാസിറ്റൻസ് ആയിരിക്കില്ല സാർ? യെസ്, ആ ചെറിയ കപ്പാസിറ്റൻസ് DC എന്ന് പറഞ്ഞ എന്തായിരിക്കും സാർ? ε0 ഇൻറ്റു ഈ ചെറിയ വിഡ്ത്തുള്ള പ്ലേറ്റിൻ്റെ ഏരിയ ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഈ ചെറിയ പ്ലേറ്റിൻ്റെ ഏരിയ അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഒന്ന് ഇങ്ങോട്ടേ ശ്രദ്ധിക്കുക, ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ പ്ലേറ്റുകൾ അല്ലേ? സോ ഞാനിവിടെ എന്താ ചെയ്തത്? ഇതിൽ ഞാൻ ചെറിയൊരു dx ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു dx, അതായത് ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ ഇവിടെയാണ് dx വരിക. ഇതാണ് എൻ്റെ dx അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് വേണം? ഈ ഒരു dx വിഡ്ത്തുള്ള പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ഇതാണ് dx വിഡ്ത്തുള്ള പ്ലേറ്റ്. കണ്ടോ? അപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്ലേറ്റിൻ്റെ ഏരിയ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സൈഡ് എത്രയാണ്? A ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ADX. ഇതിൻ്റെ ഏരിയ ADX ആണ് ഞാനിവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏരിയയുടെ പ്ലേസിൽ ഞാൻ എന്തിട്ട് കൊടുക്കുകയാണ്? ADX എന്ന് ഇട്ട് കൊടുക്കുകയാണ്. ADX ഡിവൈഡഡ് ബൈ സാർ. ഇനി ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള വിഡ്ത്ത് എത്രയാണ്? ഈ ചെറിയ പ്ലേറ്റുകൾക്കിടയിലുള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ സാർ? ഇത്രയും ഭാഗം D ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് y ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതേണ്ടത്? D + y എഴുതണം അല്ലേ സാർ? ഈ y കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിലെ ടാൻ ആൽഫ എന്താണെന്ന് എന്നോട് പറഞ്ഞത്? ടാൻ ആൽഫ സാർ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എക്സ് അല്ലേ? ഇനി ആംഗിൾ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ആംഗിൾ വളരെ ചെറുതാണ്, ഇവിടെ സ്മോൾ ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ചെറുതാണെങ്കിൽ ടാൻ ആൽഫയ്ക്ക് ഒരു ആൽഫ എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. =y/x. ഇതിൽ നിന്ന് y എന്തായിരിക്കും? ആൽഫ എക്സ്. സാർ വൈയുടെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ D + yക്ക് പകരം ആൽഫ എക്സ് എന്ന് എഴുതാം. ക്ലിയർ? ഓക്കെ സാർ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ ചെറിയൊരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നോക്ക്, ഇതുപോലെ എനിക്ക് ഇവിടെ ഒരു ചെറിയ കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാം, അതിൻ്റെ കപ്പാസിറ്റൻസ് പ്ലസ് അപ്പുറത്ത് അടുത്തൊരു ചെറിയ കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാം, അതിൻ്റെ കപ്പാസിറ്റൻസ് പ്ലസ് കൺസിഡർ ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടില്ലേ? യെസ് സാർ. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ ഓഫ് DC ചെയ്താൽ മതി. അതായത് ഈ ഒരു സാധനത്തിനെ ε0 ADX/D + α x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സാറേ എവിടെ തൊട്ട് എവിടെ വരിക? ഇവിടെ നമ്മൾ എക്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. x = 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഭാഗത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കിട്ടും അല്ലേ? പിന്നെ എക്സിൻ്റെ വാല്യൂ ഇട്ടിട്ട് അവസാനത്തെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും സാർ? അവസാനം എക്സിൻ്റെ വാല്യൂ A എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കിട്ടും. അപ്പോൾ 0 മുതൽ A വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ എല്ലാ ചെറിയ ചെറിയ കപ്പാസിറ്ററുകളും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവിടെ സീരീസ് കണക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്കിതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഇവിടെ ഇത് പാരലൽ ആയതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ക്ലിയർ? അപ്പോൾ സാർ പാരലലാണോ സീരീസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവുക? ശ്രദ്ധിക്കാം. രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഈ രീതിയിലാണ് നമ്മൾ കപ്പാസിറ്ററുകളെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് പാരലലായിരിക്കും. പാരലലാണെങ്കിൽ ഫോർമുല എന്താ? C1 + C2 + C3. ഇനിയിപ്പോൾ ഇവർക്കിടയിൽ നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യണമെങ്കിലോ ഇതെന്തായിരിക്കും? സീരീസ് ആയിരിക്കും. സീരീസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1/C1 + 1/C2 ഈ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ഈ ക്വസ്റ്റ്യനിൽ പാരലലാണ്. ഇതൊന്നും കൂടെ മനസ്സിലാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. രണ്ട് പ്ലേറ്റുകളെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കപ്പാസിറ്ററുകൾ കൺസിഡർ ചെയ്യുന്നത്. കണ്ടോ? ഈ പ്ലേറ്റും കണക്ഷനിൽ വന്നു, ഇതും കണക്ഷനിൽ വന്നു. അങ്ങനെ കണക്ഷൻ വരികയാണെങ്കിൽ പാരലലാണ്. സാർ ഇവിടെ കണക്ഷൻ ഉണ്ടോ? ഇല്ല. കണക്ഷൻ ഇല്ലെങ്കിൽ ഈ രണ്ട് പ്ലേറ്റും കൂടെ കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് സീരീസാണ്. അപ്പോൾ ഇവിടെ പാരലൽ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ε0 ഉണ്ട്, പിന്നെ എയും പുറത്ത് വന്നു, അകത്ത് ഇൻ്റഗ്രൽ 0 to a dx / d + α(x) എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? ε0 a പുറത്ത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ln d + α(x) എന്ന് കിട്ടും അല്ലേ? എന്നിട്ട് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഡിവൈഡ് ചെയ്യണം. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആൽഫ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. ലിമിറ്റ് ഇട്ട് കൊടുക്കണം. 0 മുതൽ എ വരെ ലിമിറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ. ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സാർ ε0 ഉണ്ട്, എ ഉണ്ട്, /α. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എക്സിൻ്റെ പ്ലേസിൽ എ എന്നിട്ട് കൊടുക്കുക, ln ഉണ്ട്, d + α(a) എന്നിട്ട് കൊടുത്തു. ദെൻ മൈനസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ പ്ലേസിൽ 0 എന്നിട്ട് കൊടുക്കണം. എക്സിൻ്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടൈം പോയി, ബാക്കി എന്തുള്ളത്? log d അല്ലേ? സോ ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സാർ? ദിസ് ഈസ് ഈക്വൽ ടു ε0 a/α. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? log a - b log a - log b എങ്ങനെ എഴുതാൻ പറ്റും? log a + b, അതായത് dα/a/d എന്ന് എഴുതിക്കൂടെ? യെസ്. ഇതൊന്നും കൂടെ ഒന്ന് ഭംഗിയാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു സാർ ε0 ഉണ്ട്, a/α ഉണ്ട്, ഇവിടെ ln ഇത് നമുക്ക് d/d. d രണ്ടുപേർക്കും കോമൺ അല്ലേ? d/d 1 + α/a/d എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഇല്ല സാർ. ഓപ്ഷനിൽ ലോഗേ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോഗിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലത്തെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ശ്രദ്ധിക്കുക. ഇവിടെ ln of 1 + xൻ്റെ എക്സ്പാൻഷൻ എന്താ? എൻ്റെ എക്സ്പാൻഷൻ ദിസ് ഈക്വൽ ടു x - x²/2 + x³ / 3 ഈ രീതിയിലേക്ക് പോകില്ല എക്സ്പാൻഷൻ. അപ്പോൾ ഇതിൽ രണ്ട് ടേമുകൾ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതിൻ്റെ വാല്യൂ എഴുതി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ε0 ഉണ്ട് സാർ, എ ഉണ്ട് സാർ, ഡിവിഷനിൽ ആൽഫ ഉണ്ട് സാർ. ഇതിൻ്റെ നമുക്ക് 1 + x ആണെങ്കിൽ x - x²/2. ഇവിടെ 1 + എക്സിൻ്റെ പ്ലേസിൽ ആരാ? എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ ആരാ? α/a/d. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും? എൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ α/a/d മൈനസ്, കണ്ടോ? എക്സ് ആദ്യം എഴുതണം, പിന്നെ എക്സിൻ്റെ സ്ക്വയർ/2. അപ്പോൾ ഇവിടെ ഇതാദ്യം എഴുതി, then ഇതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. α² a²/2d². ഇങ്ങനെയല്ലേ കിട്ടുക? ശരി. കോമൺ ആയിട്ടുള്ളവരൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റേണ്ടതാണ്. ശ്രദ്ധിക്കാം. ε0 ഇൻറ്റു ഇവിടെ α/a/dനെ പുറത്തെടുത്തു രണ്ടിൽ നിന്നും. അപ്പോൾ ε0 ഇവിടെ a ഉണ്ട്, പിന്നെ ആൽഫ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്ത്? α/a/dനെ പുറത്തെടുക്കുമ്പോൾ അകത്തെന്തുള്ളത്? 1 - α/a/2d ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ആൽഫ ക്യാൻസൽ, ഉത്തരമായി. സോ ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ കപ്പാസിറ്റൻസ് എന്താണെന്ന് കിട്ടി? ε0 ഉണ്ട് സാർ, a × a² ഉണ്ട് സാർ, /d ഉണ്ട് സാർ, പിന്നെ ബ്രാക്കറ്റിൽ 1 - α/a/2d ഉണ്ട് സാർ. സാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? വിസിബിൾ അല്ലടാ? യെസ്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ε0 ഉണ്ട്, a²/d 1 - α/a/2d. ഓപ്ഷൻ 2 നോക്കി. ε0 a²/d 1 - α/a/2d. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ.